ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിത് സിസേറിയന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയാണ് പോകുന്നത്. ഒരുപാട് വിഷമങ്ങളോടെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം റിച്ചൂട്ടിനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ കൂടെ ആര് നിൽക്കും അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമത്തോടെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഹോസ്പിറ്റലിലൊക്കെ എത്തി ഞാൻ അഡ്മിറ്റായി. അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. നാളെ സിസേറിയന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളും ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് ബീറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയുടെ മോള് പിന്നെ വൈകുന്നേരം പോകും. അത് കഴിഞ്ഞ് ചേച്ചി വരാമെന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം എൻ്റെ ചേച്ചി വരാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ആശ്വാസമായത്. കാരണം ചേച്ചിയുടെ മോൾക്ക് പിന്നെ അത്രയും ഒരു ഇതായിട്ടില്ല. അപ്പോൾ അവൾക്ക് കൂടെ നിൽക്കാനുള്ളൊരിത്, പിന്നെ പ്രത്യേകിച്ചും ഓപ്പറേഷനാണല്ലോ. അപ്പോൾ അവൾക്ക് രാത്രിയൊക്കെ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ചേച്ചി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നായിരുന്നല്ലോ രാത്രിയും ഒക്കെ സിസേറിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി വന്നതുകൊണ്ട് എന്തോ ദൈവഭാഗ്യം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇപ്പോൾ ചേച്ചി കുഞ്ഞിനെ കളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് 4ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. സിസേറിയൻ കഴിഞ്ഞ് 4ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം ഈ ഒരു വാർഡിൽ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പിന്നെ ഡിസ്ചാർജായി പോയി. പിന്നെ ഞങ്ങളും പിന്നെ ഒരു താത്തയും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 4ാമത്തെ ദിവസം മുതലാണ് ഞാൻ ഒന്നുകൂടെ ഒരു വേദനയൊക്കെ മാറിയിട്ട് നല്ലോണം നടക്കാൻ തുടങ്ങിയത് കേട്ടോ. അതുവരെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത്. പിന്നെ ഈ ഒരു ഫോണെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ ഏട്ടൻ്റെ കയ്യിലായിരിക്കും ഉണ്ടായിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഏട്ടൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടായിരുന്നത്. ഏട്ടൻ പുറത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ കയ്യിലായിരിക്കും ഈ ഫോൺ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഇവിടെ വാർഡിൽ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്നൊരു റൂമാണിത്. പിന്നെ ഈ ഒരു വാതിലിൻ്റെ ഭാഗം വരെയൊക്കെ കേട്ടോ പുരുഷന്മാർക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഏട്ടന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ വന്നിട്ട് വിളിച്ച് ചോദിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഏട്ടന് കുഞ്ഞിനെയൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പ്രവേശനമുള്ളൂ വാർഡിൽ. പിന്നെ ഞാൻ നിൽക്കുന്ന വാർഡിലേക്കൊന്നും രോഗികളുടെ ബന്ധുക്കളെയൊന്നും കടത്തിവിടില്ല കേട്ടോ. അത് ഓപ്പറേഷൻ വാർഡായത് കാരണം കൊണ്ട് പല ആളുകളും പല ഇടങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അവിടേക്ക് വേറെ ആളുകൾക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ പുറത്ത് ഒരാൾക്ക് നിൽക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിത്തരാനും ഒക്കെ ആയിട്ട്, ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാനും ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തൊരാൾക്ക് നിൽക്കാം. അതല്ലാതെ വേറെ ആർക്കും അവിടെ നിൽക്കാൻ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സിസേറിയൻ കഴിഞ്ഞ ആളുകളുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ 2 പേരെ എങ്ങനെയും നിൽക്കണം. കാരണം നമുക്ക് അമ്മയും കുഞ്ഞിനെയും നോക്കാൻ ഇത് അവിടെ ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഈ സിസേറിയൻ കഴിഞ്ഞ് ഒരാൾക്ക് മറ്റേ ഈ അനസ്തേഷ്യ കുത്തിവെച്ചത് കാരണം കൊണ്ട് നമുക്ക് എണീക്കാനൊന്നും പറ്റുണ്ടാവില്ല. പിറ്റേ ദിവസം ഒക്കെ നമുക്ക് എണീക്കാനും ബാത്റൂം പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ തനിയെ പോയിട്ടൊന്ന് കുളിക്കാനും നമുക്ക് കുനിഞ്ഞൊന്ന് എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൂടെ ആളില്ലാതെ നമ്മളിതെല്ലാം തനിയെ ചെയ്യണം. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവരോട് കൂടെ വേറൊരാളെ കൂടി നിർത്താൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ മാത്രമല്ല, വേറെയും സിസേറിയൻ കഴിഞ്ഞ ആളുകൾ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഒക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിക്കില്ലായിരുന്നു. കൂടെ ഒരാളെ മാത്രമേ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊക്കെ കുളിക്കാനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനും വേദനയൊക്കെ സഹിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ കുളിക്കാനും ഒക്കെ പോയത്. ആ വേദനയുടെ കൂടെ തന്നെ നമ്മൾ ഈ കുനിഞ്ഞിട്ട് നമ്മൾ വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ട് നമ്മൾ തനിയെ കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ തനിയെ നടന്ന് ബാത്റൂം പോകുന്ന കാര്യവും ഒക്കെ ആയിട്ട് ശരിക്കും നടക്കണം. അതൊക്കെ നടന്നാൽ തന്നെ ഇതൊക്കെ മാറുള്ളൂ. പക്ഷേ ഇത് ഈ സിസേറിയൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതൊക്കെ നമ്മൾ തനിയെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഒന്ന് നടന്ന് ശരിയായിട്ട് പിന്നെ നമുക്ക് തനിയെ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ തനിയെ നടക്കുമ്പോഴൊരു അവസ്ഥ ഭയങ്കരമായിട്ട് അത് സിസേറിയൻ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഒന്ന് എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങുന്ന പോലെ നമുക്ക് തോന്നും. ഒന്നാമത് നമുക്ക് എണീക്കാൻ കഴിയില്ല. അത്രയും നമ്മൾ ഞാൻ ബാക്കിൽ ഈ ബെഡിൻ്റെ ബെഡിലൊക്കെ പിടിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കൈ കൊണ്ട് ചേച്ചി എന്നെ താങ്ങുമായിരുന്നു, കുട്ടീനെ എടുക്കണം, പിന്നെ ഒരു കൈ കൊണ്ട് എന്നെ താങ്ങും, അങ്ങനെയൊക്കെ പിടിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് വേദന സഹിച്ചിട്ടൊക്കെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആ ഒരു ഹോസ്പിറ്റലിൽ വേറെ എനിക്കങ്ങനെ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടായിരിക്കാം, വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയുണ്ട് സിസേറിയൻ്റെ വിശേഷങ്ങൾ, ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.